വേടന്റെ കേസിൽ ഞാൻ വേടന്റെ കൂടെ നിന്നൊരാളാണ്. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദകളുണ്ട് ഈ ലോകത്ത്. We people used to call it cheating. You know, cheating. ഞാൻ വേടന് വേണ്ടി വാദിച്ചു. അതിനനുസരിച്ച് ആ സ്ത്രീനെ ഞാൻ തെളി പറഞ്ഞല്ല. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇന്ത്യയിലുള്ള ഒരു ശരാശരി പുരുഷന്റെ അടുക്കൽ ഒരു സ്ത്രീ വളരെ പേഴ്സണൽ സ്പേസിൽ പറയുന്നു എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. എത്രയോ ന്യൂസുകൾ വരുന്നത്. അവൻ ആദ്യം തോന്നുന്ന വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് എന്റെ പൗരുഷം കാരണം അവൾക്ക് വേദന എടുക്കും. ഏതോ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഓ അതിലൊന്നും വലിയ കാര്യമല്ലേ, സൂക്ഷിക്കേണ്ടത് പെമ്പിള്ളേരാ. അത് തന്നെ. ഈ തള്ള എന്താണ് പറയുന്നത്? എന്നിട്ട് അല്ലാതെ അവൻ ഒരിക്കലും വിചാരിക്കില്ല അവളെ ഉപയോഗസമ്മതത്തോടു കൂടി ഉണ്ടാകുന്ന സെക്സിൽ ആദ്യം അവള് പറയുന്നത് നിർത്തു വേദന എടുക്കുന്നു അങ്ങനെയാണ്. നല്ല ചൊണയുള്ള ആമ്പിള്ളേർ ഇതിലപ്പുറം ചെയ്യും. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഇതിനെ ഇയാൾ ഒരു മോട്ടിവേഷൻ ആയിട്ടാണെങ്കിലും എടുത്ത് അയാളുടെ ചിന്തയിൽ അങ്ങനെയാണെങ്കിലും അത് പോയത്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പരിചയമുണ്ടോ? അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. അത് വീണ്ടും എനിക്കറിയാവുന്ന വേറെ കുറെ പെൺകുട്ടികൾ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അയാൾ അവരെ ആരാധനയോട് വേടനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് അവര് വളരെ അങ്ങോട്ട് പോയി. അതായത് ഇയാളൊരു റോ മനുഷ്യനാണ്. സത്യത്തിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ ആരാധകരാ. നല്ല ബഹുമാനമുള്ള പയ്യനാ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചോടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. ഇയാൾ പറയുന്ന രാഷ്ട്രീയ ഇയാളുടെ ഭയങ്കര റോമൻ, അത് ഭയങ്കര വാലിഡ് ആയിരുന്നു ആ സമയം. വാലിഡ് ആയുള്ള രാഷ്ട്രീയം ഇത്ര മനോഹരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ കുറെ കാലഘട്ടം ഒന്നും ഇല്ലാണ്ടാക്കി. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, അങ്ങനെയാണെ പോവല്ലേ.